കുരുന്നുകളാണ് നാളത്തെ വാഗ്ദാനങ്ങൾ. അതെ, മൂല്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഡെയിലി കാറ്റസിലും മോറൽ സയൻസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് അവരുടെ അനുഭവം കേൾക്കാം. ഹായ് ക്രിസ്വൻ. ക്രിസ്വൻ ഇപ്പോൾ ഡെയിലി കാറ്റസിന് ഫസ്റ്റ് റാങ്ക് കിട്ടി നിൽക്കുകയാണ് നമ്മുടെ 7th സ്റ്റാൻഡേർഡിൽ അല്ലെ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ക്രിസ്വന് ശരിക്കും ഇതിന് ആരായിരുന്നു പ്രചോദനം? എനിക്ക് ടീച്ചേഴ്സും പിന്നെ പാരന്റ്സും പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു സായുജ എന്ന സിസ്റ്ററാണ്. അപ്പൊ സിസ്റ്ററും പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പള് ജീന സിസ്റ്ററും ഒക്കെ ഇതിന് പ്രചോദനം കുറെ തന്നു. ഇപ്പൊ നമുക്കറിയാം ഡെയിലി കാറ്റസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കൂളിൽ ഒത്തിരി പഠിക്കാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡെയിലി കാറ്റസിന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടി മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പോൾ അതിന് ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അത് എല്ലാത്തിനും ഞാൻ ഇമ്പോർട്ടൻസ് ഒരേപോലെ കൊടുത്തിരുന്നത്. പിന്നെ ആ ആഴ്ച തന്നെ ഇത് ഇങ്ങനെ പഠിക്കാനായിട്ട് ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാരും കൂടി മെയിൻറ്റെയിൻ ചെയ്തു പഠിച്ചു. എന്താണ് പേര്? സ്റ്റിൻഷ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സൊക്കോർസോ. അതെ, എനിക്ക് തോന്നുന്നു 10th ഫസ്റ്റ് റാങ്ക് കിട്ടി നിൽക്കാണ് സ്കൂൾ കാറ്റസിൽ അല്ലെ? അപ്പോൾ ഈ സ്കൂൾ കാറ്റസത്തിന് നമ്മുടെ സാധാ പഠിക്കുന്നതിൽ നിന്ന് ഒത്തിരി പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ നല്ലൊരു വിജയം കിട്ടി നിൽക്കുന്നത്. അപ്പൊ അതിനൊരു പ്രചോദനം, അതിനൊരു കാരണം എന്തായിരുന്നു? സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു ഡെയിലി കാറ്റസത്തിനും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ SLC എക്സാമിൻ്റെ ഇടയിലായിരുന്നു ഈ ഒരു എക്സാം. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രചോദനമായത് എൻ്റെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ തന്നെയാണ്. ക്ലാസ്സിൻ്റെ ഇടയിൽ അവര് സിസ്റ്റേഴ്സും എല്ലാവരും അതിനു വേണ്ടി സമയം കണ്ടെത്തിയിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലായാലും പഠിക്കുന്നതിൻ്റെ ഒപ്പം സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം ഇതിനും കൂടി കുറച്ച് സമയം മാറ്റി വെച്ച് പഠിക്കാനായിട്ട് എന്നെ പാരൻസും സഹായിച്ചു. അപ്പൊ സ്റ്റിൻഷ പറയുന്നത് പാരന്റ്സിന്റെ സപ്പോർട്ട് ഭയങ്കര ഒരു ബലമായിരുന്നു. അമ്മയ്ക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ശരിക്കും ഇപ്പോൾ ഒരു SSLC എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നോർമലി അവരുടെ ആ ഒരു കരിയറിനെയാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ട്യൂഷനൊന്നും വിട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എത്ര വന്നാലും നമ്മൾ കാറ്റഗിസത്തിന് എപ്പോഴും 1ാം സ്ഥാനം കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടെ വരും എന്നാണല്ലോ. അപ്പോൾ പഠിക്കാനുള്ളത് നമ്മൾ പഠിച്ചു. സിസ്റ്റേഴ്സിൻ്റെ, നമ്മുടെ സ്കൂളിൻ്റെ സപ്പോർട്ട് അതൊന്ന് വേറെ തന്നെയായിരുന്നു. സൊക്കോർസോ കോട്ടയ്ക്കൽ എപ്പോഴും കുട്ടികളുടെ ആധ്യാത്മികമായ ജീവിതത്തിനും കൂടി മുൻതൂക്കം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി HMൻ്റെ സഹായം ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിൻ്റെ. അപ്പോൾ ആ ഒരു എല്ലാ പാരൻസിൻ്റെയും അപ്പോൾ എല്ലാ സപ്പോർട്ടും കൂടി ഒന്നിച്ച് വന്നപ്പോഴാണ് ഫസ്റ്റ് റാങ്ക് എന്ന വിജയം അവൾക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനിയും ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. താങ്ക് യു.